അങ്ങനെ പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാനും എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും കൂടിയായി ഞങ്ങൾ വീണ്ടും ജപ്പാനിലുള്ള യാത്ര തുടരുകയാണ്. ചെറുതായിട്ടൊരു മഴയെല്ലാം പെയ്യുന്നുണ്ട്, എങ്കിലും നല്ലൊരു കാലാവസ്ഥയാണ്. ഇവിടെ എപ്പോൾ മഴ പെയ്യും മഴ പെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ഐലൻഡും കൂടിയാണ് ജപ്പാൻ എന്ന് പറയുന്നത്. മലകളാൽ തിങ്ങപ്പെട്ട് ഒരു ചെറിയൊരു ഐലൻഡ്, അതാണ് ശരിക്കും ജപ്പാൻ. അതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴിയിൽ കുറേ തുരങ്കങ്ങളുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടി എല്ലാമാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു മഞ്ഞുമലയിലേക്കാണ്, മൗണ്ട് ഫിജി എന്ന് പറയും. ഈ കാണുന്ന എല്ലാം ഇവിടുത്തെ ആൾക്കാരുടെ വീടുകളും കൃഷിസ്ഥലങ്ങളുമൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ മൗണ്ട് ഫിജിയിലേക്കാണ് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ട്രക്ക് വന്ന് മഞ്ഞ് മാറ്റിയിടുന്നത്. കട്ട പിടിച്ച മഞ്ഞാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ മഞ്ഞിങ്ങനെ വീഴുകയാണ്. അതിൻ്റെ ദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് വീഴ്ചയുടെ. വളരെ നല്ലൊരു അനുഭവമാണിത്. ഇവിടെ ചെടികളെല്ലാം മഞ്ഞിൽ മൂടി കിടക്കുന്നു. ഇവിടെ ഈ മഞ്ഞിൻ്റെ വീഴ്ച കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഇവർ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗം കാണുമ്പോൾ ഞാനിരിക്കുന്ന വിൻഡോൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോഴും ഇത് തന്നെയാണ് കാഴ്ച. മഞ്ഞിൽ മൂടി നിൽക്കുന്ന ചെടികൾ, അതിൽ ഇലകളെല്ലാം കൊഴിഞ്ഞ് ഭയങ്കരമായിട്ട് മഞ്ഞിൽ കൊണ്ട് മൂടി നിൽക്കുന്ന വൃക്ഷങ്ങളും മറ്റുമാണ് എല്ലായിടത്തും കാഴ്ച. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇതിനു മുന്നേ അസർബൈജാനിൽ പോയെങ്കിലും ഇത്രയ്ക്കും ഒരു നല്ല കാഴ്ച എനിക്ക് അവിടെ കിട്ടിയിരുന്നില്ല. ഇതിപ്പം ഞങ്ങൾ ഇനിയും അവിടേക്ക് എത്തിയിട്ടില്ല, പോകുന്ന പാതയാണിപ്പം. അത് തന്നെ അവിടെ നന്നായി ക്ലീൻ ചെയ്തും എല്ലാം ആയിട്ടാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെ ആർമിയുടെ പല സാധനങ്ങളും ഒക്കെ കാണാം. ഒരു ആർമി സൈറ്റും കൂടിയാണ് ഇവിടെ ഉള്ളത്. വണ്ടി വളരെ പതുക്കെയാണ് പോകുന്നത്, കാരണം സ്ലിപ്പർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ പലരും മഞ്ഞിലേക്ക് ഇറങ്ങി ഫോട്ടോയും മറ്റും എല്ലാം എടുക്കുന്നു. മഞ്ഞിൻ്റെ ഒരു ആഘോഷം തന്നെയാണ് ഇവിടെ കാണുന്നത്. എനിക്കാണെങ്കിൽ ക്യാമറയിൽ സൂം ചെയ്യുമ്പോൾ പുറത്ത് മഞ്ഞുതുള്ളികൾ ഇങ്ങനെ വീണ് കിടക്കുന്നതിനെ കൊണ്ട് അതിലേക്കാണ് എൻ്റെ അധികം സൂമിങ് പോകുന്നത്. എന്നാലും കഴിയാവുന്ന ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഞങ്ങളുടെ ബസ് നിർത്തി ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് അസർബൈജാനിലെ ചെറിയൊരു പേടിയുണ്ട്, കാരണം ഞാൻ മഞ്ഞിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു 3 തവണ വീണിരുന്നു. ഞങ്ങളെ കൂടെയുള്ള പലരും സ്വെറ്ററും ജാക്കറ്റും എല്ലാം ഇട്ടപ്പോൾ നിർഭാഗ്യവശാൽ ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തിരുന്നില്ല. ഞാൻ 3 ടീഷർട്ടുകൾ ഇട്ട് എൻ്റെ തണുപ്പ് കുറയ്ക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പ്രായക്കാരും ഇവിടെ വരുന്നുണ്ട്, ഒരു ആഘോഷം പോലെ തന്നെ. നിങ്ങൾ ഈ കാണുന്നത് മഴയല്ല, മഞ്ഞാണ് വീഴുന്നത്. എൻ്റെ കൂടെ യാത്രയിൽ വന്ന പലരും പറഞ്ഞു യൂറോപ്പിൽ പോലും ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു കാഴ്ച കിട്ടിയിട്ടില്ല എന്ന്. അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ, അതായത് മഞ്ഞെല്ലാം പെയ്യുന്നത്. അങ്ങനെ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു കാഴ്ച. അവിടെ പല കാര്യങ്ങളും, അതായത് മൗണ്ട് ഫിജിയെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഫിജിസൻ വേൾഡ് ഹെറിറ്റേജ് എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങൾക്ക് അവിടം വരെ എത്തിയെങ്കിലും അതിൻ്റെ മുകളിലേക്ക് മൗണ്ട് ഫിജിയുടെ ഒരു ഏരിയ വരെ ശരിക്കും പോവാം, പക്ഷെ ഞങ്ങൾക്കത് പോകാൻ പറ്റിയില്ല. ഇവിടെ അതിൻ്റെ പല ഡെമോയും കാര്യങ്ങളും ഇതെല്ലാം പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വീണ്ടും ഞങ്ങളതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ കയറി യാത്ര തുടങ്ങി. ഈ പോകുന്ന വഴിയിലെല്ലാം ഏറ്റവും രസകരമായൊരു കാഴ്ച എന്ന് പറയുന്നത്, നമ്മൾ ഹോളിവുഡ് സിനിമയിലൊക്കെ കണ്ട പോലെ മേൽക്കൂരയിലെല്ലാം മുഴുവൻ മഞ്ഞെല്ലാം വീണ് കിടക്കുന്ന വീടുകളും പോരാത്തതിന് കാറുകളും എല്ലാം മഞ്ഞിൽ മൂടി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു ക്രിസ്മസ് പ്രതീതി ആണ് ഇവിടെ ശരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതൊരു നദിയാണ് ഇവിടുത്തെ. ആ നദി എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളുടെ യാത്ര വീണ്ടും പുരോഗമിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങി ഞങ്ങൾ വീണ്ടും നടത്തം തുടരുകയാണ്. ഇത് ഓഷിനോ ഹക്കായി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇത് ഈ മൗണ്ട് ഫിജിയിൽ തന്നെ ഉള്ള വേറൊരു സ്ഥലം.
ഞാനൊരു ചെറിയ കഷ്ണം മഞ്ഞെടുത്ത് ഒന്ന് പൊട്ടിച്ചൊക്കെ നോക്കി. നല്ല തണുപ്പാണ്. ഞാനാണെങ്കിൽ ജാക്കറ്റ് ഒന്നും കരുതിയതുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ തണുപ്പ് വേറെയുണ്ട്. ഞാൻ പിന്നെ ഷൂട്ട് ചെയ്ത് നടക്കുന്നതിനെ കൊണ്ട് തന്നെ എല്ലാവരും മുന്നിൽ പോയി, ഞാനാണ് ഏറ്റവും അവസാനം. അങ്ങനെ നടന്ന് ഞാൻ ഇങ്ങനെയൊരു സ്ഥലത്തെത്തി. ഈ യോഷിനോ ഹക്കായിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ 8 ചെറിയ പോണ്ടുകൾ ഉള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ 8 കുളങ്ങളാണ് ഇവിടെയുള്ളത്, പോണ്ടുകൾ. അതും നല്ല തെളിഞ്ഞ ജലമാണുള്ളത്. നമ്മൾ പോയി കാണുന്നത് ഒരു ചെറിയൊരു മാർക്കറ്റാണ്, സുവനീർ ഷോപ്പുകളെല്ലാം ഉള്ളത്. ഇവിടെ തന്നെ സ്ട്രോബെറിയും മറ്റും എല്ലാം വിൽക്കുന്ന ഒരു സ്ഥലം. ഞങ്ങൾ കൂടെയുള്ള പലരും അവിടുന്ന് പലതും വാങ്ങാൻ വേണ്ടി പോയി. ഞാനാണെങ്കിൽ ഇതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ജനങ്ങൾ പല സ്ഥലത്തുനിന്നും വന്നിട്ടുണ്ട്. ചിലർ ചൈനയിൽ നിന്നാവാം, ചിലർ കൊറിയയിൽ നിന്നാവാം. അങ്ങനെ അടുത്തടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. യൂറോപ്പിൽ നിന്നൊക്കെ വിദേശീയർ വരുന്നുണ്ട്. പല ടൈപ്പ് പേഴ്സുകളും മറ്റും എല്ലാം ആണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കയറി യാത്ര തുടങ്ങി. മനോഹരമായൊരു കാഴ്ച കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ശരിക്കും ഞാൻ. കാരണം മഞ്ഞ് വീഴ്ച, മഞ്ഞിൻ്റെ ഒരു കാഴ്ചകളൊന്നും അധികം നമ്മുടെ കേരളത്തിലൊന്നും ഇല്ലല്ലോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന പോക്കിലും ഞാൻ ആലോചിക്കുന്നത് ഈ ജപ്പാൻ എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളാണ്. ഇവിടെ ഇത്രയും ദുരന്തങ്ങളും മറ്റും സംഭവിക്കുമ്പോഴും ആളുകൾ ഇനിയും ഈ ജപ്പാനിൽ പുതിയ പുതിയ ഇന്നോവേറ്റീവ്, അതായത് പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ കൊണ്ടുവരാം, അതുതന്നെയാണ് ഇവരെ നോക്കിയിട്ടാണ് ശരിക്കും മറ്റ് രാജ്യങ്ങളും നോക്കിയിരിക്കുന്നത് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. അന്ന് രാത്രിയിലെ അത്താഴം അവിടുന്ന് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഉള്ളിലേക്ക് എല്ലാവരും കയറി. എന്നാൽ നിന്ന് അതേ ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ ഇന്നും നിൽക്കുന്നത്. അതുകൊണ്ട് ആരും ലഗേജ് ഒന്നും എടുത്തിട്ടില്ല. എല്ലാവരും ഡിന്നർ കഴിക്കാനുള്ള ക്യൂവിലാണ്. ലോക്കൽ ലഞ്ച് തന്നെയാണ് ഡിന്നർ. ലോക്കൽ ലഞ്ചിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ വെജിറ്റേറിയൻസ് ആണ് ഇതിൽ ശരിക്കും പാടുപെടുന്നത്. നോൺ കഴിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. എന്നാലും എല്ലാവരും സന്തോഷത്തോടെ ഇന്നത്തെ യാത്രകളെല്ലാം ഒരു നല്ല മനോഹരമായ ഓർമ്മയായി വെച്ച് ഇന്ന് അത്താഴം കഴിച്ച് അവരവരെ റൂമിലേക്ക് പോകാൻ വേണ്ടി